ഹായ് ഗൈസ്, എല്ലാവർക്കും ഇടിക്കാരേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വൈകുന്നേരം എന്താ വെച്ചാ പരിപാടി? നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പക്ഷെ കഴിക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി സാധനം ആയിരിക്കണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ വെറൈറ്റി സ്പോട്ട് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അവരും ഉണ്ട്, അവരുടെ പുറകോട്ട് നടന്നേക്കാണ്. അവര് ഭയങ്കര ടയർഡാണ്. അത് കാരണം അവര് നാട്ടിൽ പോയിട്ട് നമ്മൾ ആദ്യം കാണുന്നത്. ഒരു നാട്ടിൽ പോയതിനു ശേഷം കഴിഞ്ഞ മാസമാണ് അവസാനമാണ് ഞങ്ങൾ അവരെ കണ്ടത്. അതിനുശേഷം ഇപ്പൊ ഒരു മാസത്തിന് ശേഷമാണ്, അപ്പൊ ഇന്നാണ് കാണുന്നത്. അപ്പൊ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ചുമ്മാ ഒരു ഡ്രൈവ് വന്നു, കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വിശേഷങ്ങളൊക്കെ ശേഷം അതെ മെയിനായിട്ട് കഴിഞ്ഞു. അതിന്റെ കൂടെ എന്തെങ്കിലും കഴിച്ചിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചുതരാം. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചെന്നൈയിലെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അവർ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കും അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിയാൻ കിട്ടുമോ എന്നൊക്കെ നോക്കാം. അപ്പം അവിടെ കൊറേ ആൾക്കാരും ഭയങ്കര തിരക്ക് ഒരു കടയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം അവിടെ ചെന്ന് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ കട. നല്ല തിരക്കുണ്ട്. അപ്പം എന്താണുള്ളത് അവര് നിക്കുന്നുണ്ട് കേട്ടോ. അത് രക്തം, ആട്ടുരക്തം. പിന്നെ ഇതെല്ലാം ചിക്കൻ ഐറ്റംസ്. ഇത് തലക്കറി, ചിക്കൻ ഐറ്റംസ് ഉണ്ട്, മീൻ തലക്കറി ഉണ്ട്, ഫിഷ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ വേണ്ടത് നമ്മൾ തീരുമാനിക്കണേ. അപ്പം ഇവിടാണ് സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇഡ്ഡലി പറയാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അത് ക്ലീൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിസ്കഷൻ ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. തട്ടിഡ്ലിയും ചിക്കൻ 65. ഇത്ര കിട്ടിയുള്ളൂ? 2 കിട്ടിയുള്ളൂ. അന്തുമായിട്ട് വേണമെന്ന് പറഞ്ഞ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. എന്നാ ചെയ്ത്? എന്താടാ അത്? അറിയില്ല. കിഴിപ്പൊറോട്ടയാണോ അതോ കുഴിപ്പൊറോട്ടയാണോ? ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് ആദ്യം ഇത് കണ്ടിരുന്ന ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചവരെ ചേട്ടനോട് ചോദിച്ചു നോക്കി എന്താന്ന്. കൺവിൻസിംഗ് സ്റ്റാർ ബേസിൽ ജോസ്. കടയുള്ള ഇവിടാണ് കേട്ടോ. ഗോപതി നാരായണ റോഡ് എന്നൊക്കെ. അപ്പൊ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പറയാം കേട്ടോ. ദോശ നെയ്ദോശയാണ് ചെയ്തത്. മുട്ടയായിരുന്നു. ഈ വീഡിയോക്കകത്തൂടെ കണ്ടപ്പോ നെയ്യ. സോറി, ഞാൻ പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയാം. നമുക്ക് കറിയെല്ലാം കൂടെ ഒരു പ്ലേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അതെന്നാന്ന് അറിയത്തില്ല കൂട്ടി, അതെന്നാന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇത് എന്നാ കറിയൊക്കെയാ ഫാത്തിമേച്ചി? തക്കാളി ചിക്കനും വേറെന്തോ ചിക്കനും. അപ്പൊ നമ്മളിത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാനേ. അപ്പൊ നമുക്ക് ദോശയും കറിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് ഫ്രണ്ടില് പിടിച്ചോണ്ട് പോവാണ്. നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കൂടെ കിട്ടിയാൽ സെറ്റാണ്. ഇപ്പം ഇതാണ് നമ്മുടെ തക്കാളി ചിക്കൻ. ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ആണോ കുട്ടി? ഗ്രീൻ ചിക്കൻ. ഇത് നമ്മുടെ മറ്റേ താമരശ്ശേരി ഇഡ്ഡലി പോലിരിക്കുന്ന തമിഴ്നാടൻ ഇഡ്ഡലി. 4 പ്ലേറ്റ് ചിക്കൻ ഫ്രൈ. പിന്നെ 3 നൈസ് ദോശ. എല്ലാ സംഭവങ്ങളാണ് നമ്മളിവിടെ. അപ്പോൾ ഞാൻ ഈ സാധനം ട്രൈ ചെയ്യാൻ പോണേ. ഇന്നലെ സ്മൂത്ത് ആണല്ലോ, സോ സ്മൂത്ത്. കുറച്ച് ചിക്കനും കൂടെ ഇതിനകത്ത് നമുക്കിങ്ങനെ വെച്ച് ഇങ്ങനെ എടുത്ത നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇയാള് പറയും, ഇവിടെ പറയും നല്ല ജ്യൂസോ ചായ. ഇനി നമ്മുടെ നൈസ് ദോശ എങ്ങനെയുണ്ട്? മറ്റേ ചിക്കൻ നോക്കട്ടെ. ഈ ചിക്കനാണ് നമ്മൾ ടേസ്റ്റ്. തവ ഫ്രൈ ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കണ തവയോ? എന്തായാലും ആ തവയ്ക്കകത്ത് ഉണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് ഉള്ളല്ലേ കുട്ടി? എത്ര പട്ടിയെ മാറിയില്ല. പൊന്നു പട്ടി
മീൻ ഇത് നോക്കി ഇന്ന് എനിക്കും എല്ലാം പറ്റി. എല്ലാം നക്കികളാ. മര്യാദക്ക് വിട്ടോ. ഒരു സാധനം ഇതൊക്കെ കണ്ടോ, അതൊക്കെ കണ്ടോ, തരുത്തില്ല ഞാൻ. അതങ്ങനെ വായി നോക്കിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പട്ടി ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഒറ്റ കൊണ്ടിക്കുന്ന കടിയാ. എന്റെ പെരുന്നാൾ വളച്ചാലേ എന്റെ കുട്ടി പോകാം. സോറി, മ്ലേച്ഛതരമായ വാക്കുകൾ വീഡിയോയിൽ ഉപയോഗിക്കരുത്. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? താൻ ഡീസന്റ് അല്ലേടോ? എന്തെങ്കിലും കിട്ടുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആവടാ, എല്ല് പോലും തിന്നണ ജാതികളാ. പിന്നെ ഉണ്ടായിരുന്ന എല്ലൊക്കെ അവന് തന്നെ കൊടുത്തു കേട്ടോ. അപ്പം അവന്റെ വയറെന്ന് അറിയട്ടെ. യെസ് ഗൈസ്, നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ആ സ്ഥലം കാണിച്ചില്ലേ, ബോർഡ് കാണിച്ചില്ലേ? ഇവിടെ തൊട്ടടുത്ത് മാക്സ് ഉണ്ട്. ആ ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് വന്നാ മതി. എങ്ങനെയുണ്ടായിരുന്നു വെച്ചോ ഫുഡ്? ഫുഡ് നല്ല ഫുഡായിരുന്നു. നല്ല അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. അതെ, ഒരുപാട് ഒരു സാധനങ്ങളും പ്രത്യേകിച്ച് കൂടുതലായിട്ടില്ല. നാച്ചുറൽ ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശ നല്ല മുരിഞ്ഞൊക്കെ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നടുവിലൊക്കെ നല്ല ഇതായിട്ടുള്ള. അപ്പൊ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ സ്പോട്ടൊക്കെ നല്ലൊരു സ്പോട്ട്. ടീ കട ഉണ്ടോ? അപ്പുറത്ത് ടീ കട ഉണ്ടെന്ന്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ചായ കുടിക്കാൻ പോവാം അല്ലേ ജയോ? യെസ്, ഹെഡ്സ് ടു ടീ ഷോപ്പ്. ടീ ഷോപ്പ്, അതെ. അവരവിടെ നടന്നു പോകുന്നുണ്ട്, അവർ രണ്ടുപേരും. അപ്പൊ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. എന്നിട്ട് കുറച്ചു നേരം നമ്മളിങ്ങനെ ഒന്നും ഇല്ലാത്തിയിട്ട് ഇന്നത്തെ ദിവസം കഴിയും. ഇപ്പൊ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫിൽറ്റർ കോഫി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ചായ കുടിച്ചില്ല. എന്താ ബദാമല്ലേ കുട്ടി, ആള് കുടിച്ചു. ഇനി ഫാത്തിമ വെച്ച് ഒരു ക്രീം ബണ്ണും കൂടെ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചായക്കടയിൽ പോയി വേണം ചായ കുടിക്കാം. வீட்ல யாருமே இல்ல, நாங்களே இருக்கோம். 4 பேர் பெரியவங்க, நாங்களே உட்கார்ந்து கலர் படிச்சுட்டு അപ്പൊ ഇതാണ് നമ്മുടെ കട. കുട്ടിയെ കാണിക്കട്ടെ. കുട്ടി നല്ല രസമുണ്ട്. ഇങ്ങോട്ട് ഒരു കളർ ബുക്ക് വിൽക്കാൻ വന്ന ചേട്ടനെ കണ്ടേ. എന്നെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യായിരുന്നു. 10 വർഷം കേരളത്തിലായിരുന്നു. 10ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് പുള്ളി 10 വർഷം കേരളത്തിലായിരുന്നു. അമ്മേ, പട്ടി പുറകെ വരുത്തിച്ചോ. ഇതിനെ കണ്ട് പേടിയാ. മലയാളമൊക്കെ മറന്നുപോയി തുടങ്ങി. സെക്യൂരിറ്റി ജോലി ചെയ്യേണ്ടെന്നു. അതുകൊണ്ട് മലയാളം അറിയാവോ പുള്ളിക്ക്? മലയാളം അറിയാന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഞാൻ മലയാളം സംസാരിക്കുമായിരുന്നു ചേട്ടാ, ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ മറന്നു ചേട്ടാ. പണ്ടൊക്കെ കേരളം നല്ലതായിരുന്നു ചേട്ടാ, ഇപ്പൊ പൊളിഞ്ഞു പോയി. എന്തോട്ടാ അവസാനം? പണ്ടൊക്കെ കേരളം നല്ലതായിരുന്നു, ഇപ്പൊ പൊളിഞ്ഞു പോയി. ആൾക്കാർക്കൊന്നും ഒരു അഭിപ്രായം നമ്മുടെ നാടിനെ കുറിച്ച്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വലിയ ആൽമരം ഉണ്ട് കേട്ടോ. നമുക്ക് അത് ഭയങ്കര കൊതുക. ഇവിടെ ഇരിക്കാം, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. നമ്മളിവിടെ ഇടുക്കിയിലെ തന്നെ ഇരിക്കും പറയണേ. എന്ത് ഇടുക്കിയതുള്ള കാര്യം? പാറുകാലി എന്തിനു പറയുന്ന പാറുകാലി എന്തോട്ടാ? പഴുതാരെന്ന് തന്നെ ഇടുക്കിയിൽ പറയാറ്. ഇത് കൂട്ട് ഭാഷ ഒന്നും ഇടുക്കിയിൽ പറയാറില്ല. ഇടുക്കിയില് ശുദ്ധമായ പഴുതാര. ഇടുക്കിക്കാര് പറയാറില്ല. ഇടുക്കിയില് പുട്ടിന് കമ്പത്തൂറി എന്ന് പറയാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. നമ്മുടെ മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞു ഇവിടെ മൊത്തം നാട്ടിച്ച് വെച്ചേക്കാണ്. എന്തുകൊണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന കാര്യമാണ്. ഇച്ചാനൊക്കെ എപ്പോഴും പറഞ്ഞിട്ട് ഇരുട്ടൊന്നും സാരില്ല, അതൊക്കെ നാച്ചുറൽ ആണ്. നമ്മളിപ്പോ ഇരുട്ട് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇരുട്ടത്ത് കാണുന്നത് അല്ലേ? അത് നാച്ചുറാലിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനി എഴുന്നേപ്പം കാണിക്കും. നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ചായക്കടയിലോട്ട് പോകാനായിട്ട്. ഈ യുവിന്റെ മേളിൽ 2 കുത്തിടുന്ന എന്തോ പ്രൊനൗൺസിയേഷൻ. ഓ, അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ അങ്ങ് ദൂരെ മല്ലു ജോയിന്റ് എന്ന് പറഞ്ഞു. അത് എന്താ സംഭവം അറിയത്തില്ല കേട്ടോ. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഇങ്ങനെ കണ്ടപ്പോ നമ്മള് മല്ലു എന്ന് കണ്ടപ്പോ. അപ്പൊ കഥ പറച്ചിലിന് ശേഷം നമ്മൾ കാറിലേക്ക് ആഗതരാകുകയാണ്. അപ്പം അടുത്ത സ്റ്റോപ്പിലായിരിക്കും നമ്മൾ ഇനി കാണുന്നത്. ഇനി നമ്മള് വർത്താനം പറയുന്ന റോഡും കാര്യങ്ങളും നമ്മൾ പോകുന്ന വഴിയൊക്കെ അയച്ചാന് കൺവിൻസ് ചെയ്യാൻ കൊടുക്കാം.
അടുത്ത ചായക്കടയിൽ എന്തായിരുന്നു പേര്? ആ 3 ചായ. ചായ അല്ലേ നിനക്ക്? ചായ അല്ലേ? ആ ചായ, സ്ട്രോങ് ചായ. അപ്പൊ നമ്മള് അടുത്ത ചായ കുടിക്കുന്ന സ്ഥലത്തെത്തി. അപ്പൊ ചായ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ചായ കൂടെ കുടിച്ച് ഇന്നത്തെ പരിപാടി കഴിയും. എന്തായാലും കഴിഞ്ഞിട്ട് ഓട്ടോ പറയാം. ഇപ്പൊ ഓട്ടോ പറയണ്ടല്ലോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചായയുടെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മള് വഴിയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ഇവിടെ വിട്ടിട്ട് നമ്മളവിടെ പോവും. ഞാൻ വീട്ടിൽ പോയി നീറ്റായിട്ട് കിടന്നു. രാത്രി ഉറങ്ങാൻ കിട്ടുന്ന 2-3 ദിവസങ്ങളാണ് ഈ ശനി ഞായർ എന്ന് പറയുന്നത്. പഴയ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുക. നാളെ 4 മണി കൃത്യമായിട്ട് നമ്മൾ വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട്.